ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോഫ്റ്റ് ടോയ്സ് എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അത്യാവശ്യം ചെളിയും പിന്നെ കുറേ സ്കെച്ചിൻ്റെ മക്കൾ വരച്ച സ്കെച്ചിൻ്റെ പാടുകളുള്ള ടോയ്സാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ വാഷിംഗ് മെഷീനകത്തിട്ട് ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. ഒരു കാരണവശാലും ബാറ്ററിയിൽ ഓടുന്ന ടോയ്സ് എടുക്കാൻ പാടില്ല. ടോയ്സ് എല്ലാം മുങ്ങിക്കിടക്കുന്ന വിധം വെള്ളം നിറയ്ക്കുക. എന്നിട്ട് ഒരു സ്കൂപ്പോളം നമ്മൾ ഡിറ്റർജൻറ്റ് ഇടുന്നുണ്ട്, അതിൻ്റെ പകുതിയോളം ബേക്കിംഗ് സോഡയും. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് നമുക്ക് അലിയിച്ചെടുക്കണം വെള്ളത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ടോയ്സിൻ്റെ പുറത്തൊക്കെ ഇതൊക്കെ പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലവണ്ണം നമ്മളൊന്ന് ആ വെള്ളത്തിൽ അലിയിച്ചെടുക്കണം. എന്നിട്ട് ടോയ്സ് ഓരോന്നും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് നമ്മൾ മുക്കി വെക്കണം ടോയ്സൊക്കെ. എന്നിട്ട് ഒരു 5 മിനിറ്റോളം ഇങ്ങനെ തന്നെ വെക്കുക. ഞാൻ മെഷീനിൽ ക്വിക്ക് വാഷാണ് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് വാഷ് ചെയ്ത് കിട്ടും, പിന്നെ ഉണക്കിയും കിട്ടും. ആ രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തു അഴുക്കൊക്കെ പോകുന്നുണ്ടോയെന്നും. 2 ടോയ്സിൻ്റെ കാലിൻ്റെ ഭാഗത്ത് അഴുക്ക് അത്രയും കംപ്ലീറ്റ് ആയിട്ട് പോയതായിട്ട് എനിക്ക് തോന്നിയില്ല. ആ 2 ടോയ്സും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് അല്പം ബേക്കിംഗ് സോഡയും വെള്ളവും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരുപാട് ഹാർഡായിട്ട് സ്ക്രബ് ചെയ്യുന്നില്ല. മെഷീൻ പോസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് കഴുകാൻ വേണ്ടി എടുത്തത്. എന്നിട്ട് പിന്നെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ടോയ്സൊക്കെ അരമണിക്കൂർ കൊണ്ട് ഡ്രൈ ആക്കി കിട്ടി. ഞാൻ ഫസ്റ്റ് ടൈമാണ് വാഷിംഗ് മെഷീനകത്ത് ഇട്ട് കഴുകുന്നത്. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, എളുപ്പപ്പണിക്ക് പോയാൽ പണി കിട്ടുമോയെന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമില്ല. പാവയുടെ കണ്ണും മൂക്കും എല്ലാം അവിടെ തന്നെ ഉണ്ട്. അതൊക്കെ പോകുന്നതായിരുന്നു എൻ്റെ ഒരു പേടി. മെഷീനിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടിയെങ്കിലും ഒന്നും കൂടെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി കിട്ടാൻ വേണ്ടി ഞാൻ ജനലിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ചൂട് കാലാവസ്ഥയായതുകൊണ്ട് പുറത്ത് വെക്കേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ വെച്ചാൽ തന്നെ ഉണങ്ങി നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.